ശ്രീകണ്ഠപുരം മുനിസിപ്പൽ UDF സ്ഥാനാർത്ഥി സംഗമവും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനവും നെടിയങ്ങയിൽ AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP നിർവഹിച്ചു. പിണറായി വിദേശത്ത് ചികിത്സയ്ക്ക് പോകുമ്പോൾ ഇവിടെ മനുഷ്യർ ചികിത്സ കിട്ടാതെ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വേണുഗോപാൽ പറഞ്ഞു. 10 വർഷം കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ പിണറായി സർക്കാർ തകർത്തതിന്റെ ഫലമായി വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ജില്ലയിൽ ആദ്യമായാണ് ഉമ്മൻചാണ്ടിയുടെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത്. അഡ്വക്കേറ്റ് സജി ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. MLA ആണ് ഉമ്മൻചാണ്ടി പ്രതിമ സ്പോൺസർ ചെയ്തത്. KPCC ട്രഷറർ VA നാരായണൻ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, അഡ്വക്കേറ്റ് S മുഹമ്മദ്, വർഗീസ് വയലാമണ്ണിൽ, മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ KV ഫിലോമിന ടീച്ചർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് DV രാമകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ, നൌഷാദ് ബ്ലാത്തൂർ, NP റഷീദ്, NP സിദ്ദിഖ്, KP ഗംഗാധരൻ, ജിയോ ജേക്കബ്, KJ ചാക്കോ കൊന്നക്കൽ എന്നിവർ പ്രസംഗിച്ചു. UDF മുനിസിപ്പൽ പ്രകടന പത്രികയുടെ പ്രകാശന കർമ്മവും നിർവഹിച്ചു. നഗരസഭയിലേക്ക് മത്സരിക്കുന്ന 31 സ്ഥാനാർത്ഥികളെയും MLA പരിചയപ്പെടുത്തി. ഉമ്മൻചാണ്ടിയുടെ പ്രതിമ നിർമ്മിച്ച സലിജൻ ജോസഫിനെ KC വേണുഗോപാൽ ആദരിച്ചു. ജനഹൃദയങ്ങളിൽ മുഖവരയും ആമുഖവുമില്ലാതെ ഇന്നും ജീവിക്കുന്ന നേതാവ് ആരെന്ന് ചോദിച്ചാൽ കേരളം നൽകുന്ന മറുപടിയാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. അത് കേവലം മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ല, അധികാരവും പദവിയും ഒക്കെ മാറി മാറി വരും. അത് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടാതിരിക്കും. ഇതൊന്നും സ്ഥിരമായ കാര്യവുമല്ല. അധികാരങ്ങൾ വരും പോവും. പക്ഷെ നമ്മുടെ കയ്യിൽ അധികാരങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ചെയ്യുന്ന നടപടികളിലൂടെ എന്ത് മാറ്റമാണ് ജീവിതങ്ങളിൽ ഉണ്ടാക്കുന്നത് എന്നാണ് ഒരു ഭരണാധികാരി എപ്പോഴും ശ്രദ്ധിക്കുന്നത്. ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ ജീവിക്കാൻ കാരണം അധികാരത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം എടുത്ത നടപടിയിലൂടെ ഒരുപാട് ജനങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റം കുറിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആ വലിയ മനുഷ്യൻ്റെ പേരിലുള്ള ഒരു ഭവനം ഇവിടെ പടുത്തുയർത്തി ഇപ്പോൾ അവിടെ ഒരു പ്രതിമയും ഉണ്ടായി. നിങ്ങളെല്ലാ അനുവാദത്തോടുകൂടി ആ പ്രതിമ ഈ നാടിന് സമർപ്പിച്ചതായിട്ട് ഞാൻ വിനയപൂർവ്വം അറിയിക്കുകയാണ്.